അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും മോനാണ് അയ്യപ്പൻ. കേട്ടാ, ശൂണ്ടോദരൻ ശൂണ്ടോദരൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ ആള്, ഒരു മനസ്സ് ദുഷ്ട മനസ്സാണ് അയാള്. ആ ഒരു മനസ്സുകാരൻ ശിവന്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഞാൻ ചൂണ്ടണ ഒരു ഭസ്മമാവണം, എനിക്ക് വരം തരണം വരം തരണം എന്ന് പറയും. അപ്പോഴും ശിവൻ പറയും, അങ്ങനെ ഒരു വരം തരാൻ പറ്റൂല എന്ന് പറയുമ്പോ ഇയാൾ തപസ്സിരിക്കും. തപസ്സിരുന്നിരുന്നിരുന്ന് ഇയാൾ പുറ്റുപോലെ മണ്ണ് കൊണ്ട് മൂടി അത്ര തോളം അയാൾ തപസ്സിരിക്കും. അപ്പോഴാണ് ഈ ശിവൻ വന്ന്, നീ എന്താണ് ഇങ്ങനെ തപസ്സിരിക്കണം? അത് ഞാൻ ചോദിച്ച വരം എനിക്ക് തരണം, ഞാൻ ചൂണ്ടണ ഒരു ഭസ്മമാവണം എന്ന് പറയും. അപ്പോഴാണ് ഈ ശിവൻ പറയും, എന്നാ ശരി, നീ ചൂണ്ടണവരെല്ലാം ഭസ്മാവട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ ആ പുറ്റിന്ന് എഴിക്കും. പുറ്റു പിടിച്ചിരിക്കുകയാണ്. പുറ്റിന്ന് എഴിച്ചിട്ട് ശിവനെ തന്നെ ഓട്ടിക്കും. വരം കൊടുത്ത ആളിനെ തന്നെ ചൂണ്ടാനായിട്ട് പോകുമ്പോൾ അവിടെ മഹാവിഷ്ണു മോഹിനിയായിട്ട് വരും. മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വന്നിട്ട് ശൂണ്ടോദരന്റെ കൂടെ ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്ത് അവര് കൈ ഇങ്ങനെ തലയിലാക്കുമ്പോ ഇയാളും കൈ ഇങ്ങനെ ആക്കുമ്പോ ഇയാള് തന്നെ അങ്ങ് ഭസ്മമാവും. എന്നിട്ട് അപ്പോഴും ശിവൻ നിൽക്കുകയാണ്, നീ ആരാണ്? അത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ആണ് ഇവർ രണ്ടുപേരും മോഹിനിയും ശിവനുമായിട്ട് അടുപ്പം വരുമ്പോഴാണ് ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ കാലിൽ ആണ് ജനിക്കുന്നത്. തുട കയറി അയ്യപ്പനെ എടുക്കും. അപ്പം പന്തള രാജാവ് മക്കളില്ലാതെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നും രാവിലെ തപസ് ചെയ്തിട്ട് കാട്ടില് വേട്ടയ്ക്കൊക്കെ പോകും. അങ്ങനെ ഇരിക്കുമ്പോ ഈ അയ്യപ്പനെ തുട കയറി എടുത്തിട്ട് കാട്ടിൽ തന്നെ വച്ച് മണിയും കെട്ടി, മണികണ്ഠനെന്ന് മണിയും കെട്ടി അവിടെ കിടത്തിയിട്ട് ഇവര് പോവും. ഇവർ രണ്ടുപേരും അങ്ങ് പിന്മാറി പോവും. ശിവനും പോവും, വിഷ്ണുവും പോവും. അപ്പോഴാണ് പന്തള രാജാവ് വരണത്, കാട്ടില് വേട്ടയ്ക്ക് വരണത്. രാജാവ് പന്തളത്തൊന്ന് വേട്ടയ്ക്ക് വരുമ്പോഴത്തേക്കും ഒരു കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുമ്പോ രാജാവ് പറയും, പ്രജകളുടെ അടുത്ത് പറയും, അത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണല്ലോ, അത് നമുക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞ് കാട്ടിൽ നോക്കിയപ്പം ഒരു മണിയും കെട്ടിയിരിക്കുന്ന മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു തുടാന്ന് ഒരു കൊച്ചു കിടക്കുന്നു. അതിനെ എടുത്ത് കൊണ്ട് വീട്ടിൽ വരും, പന്തളത്ത് വരും. പന്തളത്ത് വന്ന് രാജ്ഞിയുടെ അടുത്ത് കൊടുക്കുമ്പോ രാജ്ഞി എന്ത് ചെയ്യും? അയ്യോ, ഒരു കുഞ്ഞില്ലാതിരുന്ന് നമുക്ക് കിട്ടിയതെന്നും പറഞ്ഞ് വലിയ ഉന്നരിച്ച് വളർത്തി അതിന് വേണ്ടി കുളം, ഇരിക്കാനുള്ള സ്ഥലം, കളിപ്പാട്ടം, അത് ഇതെല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ചെയ്ത് ഒക്കെ വയ്ക്കുമ്പോഴത്തേക്ക് രാജ്ഞിക്ക് ഒരു കൊച്ചു ജനിക്കും. ആ കൊച്ചു ജനിക്കുമ്പോഴത്തേക്ക് അവർക്ക് വെറുപ്പ് വരും. മന്ത്രിമാര് ഇവരെ ഈ കൂടിയാലോചനക്കാരെല്ലാരും കൂടെ പറയും, ആ കൊച്ചിനല്ലേ രാജഭരണം കൊടുക്കും, ഈ കൊച്ചിന് എങ്ങനെ കൊടുക്കും? മണികണ്ഠനല്ലേ മൂത്തതായിട്ട് വന്നത്, അത് കാട്ടിൽ നിന്ന് വന്നത് കൊച്ചല്ലേ, അതിനെങ്ങനെ രാജഭരണം കൊടുക്കും? അപ്പം ഇതിനാണ് കൊടുക്കേണ്ടതെന്ന് അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അമ്മ അപ്പോഴും മുതലേ ദുഃഖിച്ച് കിടപ്പൂടും. രാജഭരണം ഇതിന് കൊടുക്കുമോ അത് എന്നുള്ളൊരു ഇതിൽ കിടക്കുമ്പോഴത്തേക്ക് ഇവരെ ഈ വൈദ്യന്മാര് പറയും, അത് നമുക്കൊരു ഐഡിയ ഇടാം, അവരെ തന്ത്രം ഐഡിയ ഇടാം. പുലിപ്പാല് കൊണ്ടുവന്നു. അപ്പം പുലിക്ക് പോകുമ്പോ അയ്യപ്പനെ പുലി തിന്ന് പോകുമല്ലോ, പുലിപ്പാല് കൊണ്ടുവരാ ഒരു ഐഡിയ ഇടാന്ന് പറഞ്ഞു പുലിപ്പാലിന് അയ്യപ്പന്. അപ്പൊ അയ്യപ്പൻ പറയും, ഇല്ല, ഞാൻ പോയി പാല് കൊണ്ടുവരാം, എന്റെ അമ്മയ്ക്ക് തലയിൽ ഇടാൻ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേക്ക് ഈ വാവര സ്വാമി വഴിയിൽ കാണും. വാവര കൂട്ടാണ് അയ്യപ്പനുള്ളത്. ഇവര് പോയി അങ്ങ് ചെന്ന് വലയടുത്ത് ചെല്ലുമ്പം പുലികളെല്ലാം കൂടെ ദൂരാന്നിറങ്ങി വരും. അതാണ് അതിന്റെ ഒരു അത്ഭുതം. ഒരു ഇതുമില്ലാതെ പുലികൾ അത്രയും കൂടെ ഇങ്ങ് വരുമ്പോഴത്തേക്ക് ഈ എല്ലാ പുലികളെയും കൊണ്ട് പന്തളത്ത് വരും. പന്തളത്ത് വന്ന് കൊണ്ടുവരുമ്പോ, അയ്യോ വേണ്ടേ എനിക്ക് പുലിപ്പാല് വേണ്ടേ എന്നും പറഞ്ഞ് ഈ അമ്മ വിളിക്കും. അവിടുന്ന് ഇല്ല, പുലിപ്പാല് വേണമെന്ന് പറഞ്ഞ് പുലിയെ കറന്ന് പാല് കൊടുത്തിട്ട് ഈ പുലികളെ പോകാൻ പറഞ്ഞ് എല്ലാം അങ്ങ് പോയി കഴിയും. ഒന്നും അവിടെ കാണൂല, എല്ലാം അങ്ങ് പോയി കഴിയും. അപ്പൊ അതെന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഇതാണല്ലോ എന്നാണ് എല്ലാരും അവിടെ പറഞ്ഞത്. എന്നിട്ട് അയ്യപ്പൻ പോയി വാവരെയും ഒരിടത്ത് ഇരുത്തി അയ്യപ്പനും അങ്ങ് മലയിൽ പോയി ഇരുന്നപ്പോ അയ്യപ്പനെ കാണാൻ വേണ്ടി അച്ഛൻ, അപ്പൊ അയ്യപ്പൻ പറയും, ഞാൻ എവിടെയാണ് ശര എറിയണോ അവിടെ എനിക്ക് അമ്പലം കെട്ടിത്തരണോ.
അങ്ങനെയാണ് ഈ ശരം എറിയുന്നിടത്ത് അയ്യപ്പൻ അമ്പലം കെട്ടിക്കൊടുത്തത്. എന്നെ കാണണമെങ്കിൽ അച്ഛൻ പിന്നെ അവിടെ വന്ന് വേണം എന്നെ കാണാൻ എന്ന് പറയും. അതാണ് ഈ ഒരു കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്, കാടി കൂടെ ഒരു കെട്ട് അയ്യപ്പന്. ആ കെട്ട് എന്തിനാണ്? അച്ഛൻ വന്നപ്പം ചാടി എഴിക്കാൻ പോയപ്പോ വേണ്ട 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 ഇരുന്നോ ഇരുന്നോ എന്ന് പറയും. അങ്ങനെയാണ് ഈ ഒരു കെട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. മുത്തിന് താഴെയായിട്ട് ഒരു കെട്ട് ഉണ്ട് അയ്യപ്പന്. അങ്ങനെ അതാണ് പന്തള രാജാവിന്റെ എല്ലാ ഇതുമാണ് അയ്യപ്പന് കൊടുത്തിട്ടുള്ളത്. ആഭരണങ്ങള് അന്ന് രാജാവ് ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളാണ് ഇന്നും തിരുവാഭരണം അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അയ്യപ്പൻ കുളിക്കണ കുളം, പിന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അയ്യപ്പനുള്ള വകയാണ്.